ഫ്രണ്ട്സ് എല്ലാവർക്കും ഡൂയിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്തു വെക്കാനായിട്ട് പോകുന്നത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഹൗസാണ് കേട്ടോ. നമ്മുടെ മരത്തിലേ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പറില്ലേ അത് ഫുള്ളായിട്ട് ചുറ്റി കവർ ചെയ്തിട്ട് നമുക്ക് മഴയും മഞ്ഞൊന്നും കൊള്ളാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തു വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മൾ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. കുറേ 5 മിനിറ്റ് ക്രാഫ്റ്റ് അതുപോലുള്ള ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ചാനലുകളിലൊക്കെ അത് ചെയ്തത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോയേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് റാപ്പ് ടെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ 4 മരങ്ങളുള്ള ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ 3 മരമുള്ളൂ, 1 2 3 കവുങ്ങാണ്. അപ്പോൾ 4ാമതായിട്ട് ഇവിടെ നമ്മളൊരു ചെറിയൊരു മുളയുടെ പീസ് കൂടി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മുടെ ടെൻറ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ ഈ 4 മരങ്ങളും ഇതുപോലത്തെ വടിയില്ലേ, അത്യാവശ്യം നല്ല വണ്ണല്ല വടി എടുത്തിട്ട് നമുക്ക് 4 എണ്ണം കെട്ടിയിട്ട് നമുക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ വെച്ചിട്ട് കയർ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കെട്ടി കൊടുക്കാം. നമ്മുടെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഫുള്ളായിട്ട് തന്നെ റാപ്പർ ചുറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ വടിയൊന്നും വെക്കില്ല. നല്ല നമുക്കൊരു ഒന്നുകൂടി ഡ്യൂറബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വടി വെച്ച് കെട്ടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് റാപ്പർ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് അറിയാത്തവർക്ക് കണ്ടിട്ട് കാണിച്ചു തരാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അടിഭാഗവും അതുപോലെ തന്നെ സൈഡും മുകളൊക്കെ നമ്മൾ ഫുള്ള് ഇത് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് ബേസൊക്കെ നല്ല ഉറപ്പിൽ തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന മാക്സിമം അത്രയും നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. കുറേ ലെയറായിട്ട് തന്നെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിഭാഗമൊക്കെ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് ഭാഗമാണ്, സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. സൈഡ് പിന്നെ അത്രയ്ക്ക് കട്ടിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു 1 2 3 കവർ ലെയറായിട്ട് ചുറ്റാം. അപ്പോൾ അതുപോലെ തന്നെ മുകൾ ഭാഗം നല്ല രീതിയിൽ തന്നെ വാട്ടർ ലീക്കേജ് ഒക്കെ ഒഴിവാക്കി മാക്സിമം കട്ടിയിൽ തന്നെ ചുറ്റി കൊടുക്കുക. എന്നാലും നമുക്ക് മഴ പെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ബ്ലേഡ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റുള്ളൂ.
നമ്മുടെ റാപ്പ് ടെൻ്റ് ഒക്കെ ഉണ്ടാക്കി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ. എങ്ങനെയുണ്ട്? ഈ മായ പയ്യാണല്ലോ, നല്ല മയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കണം കേട്ടോ. മായ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോവുക. പിന്നെ കമൻറ്റ് ബോക്സ് വെറുതെ കിടക്കാൻ കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.